ബനി ഗാഫറിൽ മഴയും വെള്ളപ്പൊക്കവും കാണാനെത്തിയ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. കുടുംബങ്ങൾക്കൊപ്പം എത്തിയതായിരുന്നു കുട്ടികൾ. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അധികൃതർ നടത്തിയ തിരച്ചിലിൽ 2 കുട്ടികളുടെ മൃതദേഹം രാത്രിയോടെ കണ്ടെത്തുകയായിരുന്നു. ബുറൈമി, ബാത്തിന ഗവർണറേറ്റുകളിലാണ് മഴ കൂടുതൽ ശക്തം. സൊഹാർ, ഷിനാസ്, സൂർ എന്നിവിടങ്ങളിലും മഴ തുടരുന്നു. നിരവധിയിടങ്ങളിൽ വാദികൾ നിറഞ്ഞൊഴുകുകയാണ്. ആളുകൾ സുരക്ഷിതരായിരിക്കാൻ വീടുകളിൽ തന്നെ തുടരണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം നിർദ്ദേശിച്ചു. സീബിലും ബുറൈമിയിലും വാദിയിലകപ്പെട്ടവരെ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷിച്ചു. യാങ്കോളിൽ 2 പേർ സഞ്ചരിച്ച വാഹനം വാദിയിലകപ്പെട്ടു. ഇതിൽ ഒരാളെ രക്ഷപ്പെടുത്തി. ബാത്തിനയിൽ സ്വകാര്യ ആശുപത്രിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് രോഗികളടക്കമുള്ള 100ഓളം പേരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി. പലയിടത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. നോർത്ത് ബാത്തിനയിൽ 13ഇടത്താണ് ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുറന്നത്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. പലയിടത്തും വ്യാപാരികൾ മുൻകരുതൽ സ്വീകരിച്ചതിനാൽ ഇതുവരെയും നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മഴ നാളെയും തുടരുമെന്നാണ് മുന്നറിയിപ്പ്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.